सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ഈ മീനുകളോ ഇത് എത്ര ഉണ്ടാവും? 1 2 3 4. ഇത് ശരിക്കും തിളങ്ങുന്നുണ്ടല്ലോ. 1 2 3 4. 1 2 3 4. എന്താ ഇത്? 4 എണ്ണുമ്പോഴേക്കും ഇത് തിളങ്ങുന്നുണ്ടല്ലോ. ശിവ, അത് കണ്ടോ? 4 കൗണ്ട് ചെയ്തതിനു ശേഷം അതിലൊരു മീൻ തിളങ്ങുന്നു. നീ അമ്പെയ്യുന്ന മുമ്പ് 4 വരെ കൗണ്ട് ചെയ്തിട്ട് അമ്പെയ്യണം. ഓക്കെ രേവ, ഞാൻ ഈ കാര്യം മറക്കില്ല. സ്പീഡാണല്ലോ. എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. നമുക്ക് ഈ മത്സരത്തിൽ ജയിക്കണം. ഓക്കേ ബോസേ, ഓക്കേ. പോയി എന്റെ ഉന്നം തെറ്റി. എന്തുവാടേ നോക്കി നിൽക്കുന്നേ? വേഗം അമ്പ് വിട്. ശരി ബോസേ. അമ്പയ്യേ. എടാ ഗിർക്കട്ടറാലെ, നീ എന്തായി ചെയ്യുന്നേ? എന്റെ നേരെ വിടാനല്ല പറഞ്ഞ, ഫിഷിന്റെ നേരെ വിടറാ. ഇനി നിങ്ങളോടൊക്കെ പ്രത്യേകം പറയണോ? അമ്പയ്യാ നോക്ക്. ഒന്ന് വേഗം ആവട്ടെ. യെസ്. ശിവ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. അവനെ കടത്തി വിടരുത്. അവൻ ഇങ്ങോട്ട് വരാൻ പാടില്ല. അവൻ ഈ മത്സരത്തിൽ തോറ്റേ മതിയാവും. ഓക്കേ ബോസേ. ഞാൻ ഇപ്പൊ മത്സ്യം പിടിച്ച് കാണിച്ചു തരാം. ശിവ, ദേ അങ്ങോട്ട് നോക്കിയേ. ലഡു സിംഗ് സാറ് മോളിൽ പറക്കുവാ. കൂട്ടുകാരെ, ഈ കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കണമെങ്കിൽ ഇവിടുന്ന് ഞാൻ മാത്രം പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ സൈക്കിളിൽ താഴെ ഇറങ്ങണം. താങ്ക്സ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഈ ബാഡ്മിന്റെ സാറാണത്. ഇപ്പൊ ശിവയെ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇഡലിയും ദോശയൊക്കെ തിന്നുന്നവനാ. കൗണ്ട് ചെയ്തിട്ട് അമ്പയ്യണം. ശരി രവ, ഞാനിത് മാർക്കില്ല. 1 2 3 4.
മഹാരാജാവേ ദാ പിടിച്ചോളൂ നിങ്ങളുടെ ഫിഷ്. വളരെ നല്ല കാര്യം. നിങ്ങൾ എല്ലാവരും ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആഘോഷം തന്നെയാണ്. ആഘോഷങ്ങൾക്ക് ഏർപ്പാട് ചെയ്യൂ. എടാ നീ ഇവിടെ ഡാൻസ് കളിക്കാൻ വന്നതാണോ അത് പ്ലൂററ്റോറിയം കല്ലെടുക്കാൻ വന്നതാണോ? സഹോദരന്മാരെ, ഇന്ന് എന്റെ മകൻ റൂമിയുടെ പിറന്നാളാണ്. ആ ദൈവം ഇവന് ദീർഘായുസ് നൽകട്ടെ. കേക്കൊന്നും മുറിക്കില്ലേ? കേക്കോ എന്ന് വെച്ചാൽ എന്താ? ഞങ്ങളൊക്കെ പിറന്നാളിന് ഒരു പ്രത്യേക ഡിഷ് ചെയ്യും. അതിനെയാണ് കേക്ക് എന്ന് പറയാ. എന്നാ കേക്ക് ഉണ്ടാക്കൂ. എനിക്കും കേക്ക് കഴിക്കണം. കേക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല. കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇല്ല, എനിക്ക് കേക്ക് കരയില്ലേ? വേണം. എണീക്ക്. എനിക്ക് കേക്ക് കരയില്ലേ മോനെ? വേണം. എനിക്ക് വാശി കേക്ക് പിടിക്കല്ലേ? വേണം. ഞാൻ പറയുന്നത് കേക്ക്, എനിക്ക് കേക്ക് എല്ലാരും നിന്നെ നോക്കി ചിരിക്കാം, മിണ്ടാതിരിക്ക. നിങ്ങളിപ്പോൾ കേക്കിനെ കുറിച്ച് സംസാരിച്ചത് ശരിയായില്ല. ഇപ്പൊ അവൻ കേക്ക് കിട്ടാതെ സമാധാനമാവുകയില്ല. അവൻ ഭയങ്കര പിടിവാദക്കാരനാ. എല്ലാവരും രക്ഷപ്പെട്ടോളൂ. വേഗം വേഗം ഓടിക്കോളൂ. ഓ ഇവര് ഇവിടെ എത്തിയോ? ആരാടാ ഇവൻ? അമ്മേ, അവൻ എത്തിക്കഴിഞ്ഞു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഓ, ഡെലിവറി ബോയ്ക്ക് ഇങ്ങനെ ഒരു സ്വീകരണമോ? ആരാണത്? എവിടെന്നാ വന്നിരിക്കുന്നത്? മാജിക്? ഇത് മാജിക് അല്ലേ? മഹാരാജാവേ, ഇത് മാജിക് അല്ല, ഇത് സയൻസ് ആണ്. ഇനിയും ഒരു 1000 വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് മനസ്സിലാകും. ആ കേക്ക് നിൽക്ക്, ഇവിടെ തന്നെ നിൽക്ക്. ഇദ്ദേഹം എന്റെ ഫ്രണ്ട് ആണ്. ഇദ്ദേഹം പ്രിൻസ് റോമിക്ക് വേണ്ടി കേക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. വരൂ സയന്റിസ്റ്റോ, പ്രിൻസിന് വേണ്ടി നമുക്ക് കേക്ക് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രിൻസ് റോമി. ഇതിന്റെ പേരാണ് കേക്ക്. കേക്ക് ബോസേ, എനിക്കും കേക്ക് കഴിക്കാൻ തോന്നുന്നു. എടാ നീ എന്താ ഇവിടെ പിക്നിക് ആഘോഷിക്കാൻ വന്നതാണോ? എപ്പോ നോക്കിയാലും ഭക്ഷണം ഭക്ഷണം. ടൈഗർ പാന്തർ, ഞാൻ പറയുന്നത് കേൾക്കൂ. ആ സയന്റിസ്റ്റിന് ലാഭിച്ചെന്ന് എല്ലാ വയറും കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. പറ്റിയെങ്കിൽ കറണ്ട് ഓഫ് ചെയ്തേക്ക്. ഓക്കേ ബോസ്. അതെ, എന്റെ ചെവി പൊട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ഇതിങ്ങനെ ഊതാനുള്ളതല്ല, തലയ്ക്ക് മേത് ഇടാനുള്ള തൊപ്പിയാണത്. കണ്ടോ, ഇപ്പൊ കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയോ? ഓക്കേ പ്രിൻസ്, ഇപ്പൊ കേക്ക് കട്ട് ചെയ്യൂ. അങ്ങനെയല്ല, ഇത് ഇങ്ങനെ മുറിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മാഡം മാൻഡോസയുടെ ശ്രദ്ധ മുഴുവനും എന്റെ അടുത്താണ്. ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ. ശിവ, എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ. അല്ലെങ്കിൽ ഈ മാഡം മാൻഡോസ അവന്റെ ആളുകളെ വെച്ച് എന്റെ ലാബ് മുഴുവനും നശിപ്പിക്കും. അത് ഉറപ്പാണ്. നീ ഇവരെ എല്ലാവരെയും നല്ല ഫ്രണ്ട്സ് ആക്കിയല്ലോ. ഹലോ സയന്റിസ്റ്റ് സാറേ, എത്ര നാളായി നമ്മൾ തമ്മിൽ ഒന്ന് കണ്ടിട്ട്. ഒന്നും പറയാതെ ഇവിടുന്ന് അങ്ങ് പോയാലെങ്ങനെയാ? ഒന്ന് സംസാരിക്കും സാറേ. എടാ ക്രിക്കറ്റ്, ആ സയന്റിസ്റ്റ് എങ്ങോട്ടാ പോയത്? എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങിക്കോളൂ. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കളിച്ചാലോ? ആ തീർച്ചയായിട്ടും. എടേ നിങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നേ?
അല്ല എന്താ ഇത് നെറ്റ് ഡിസ്കണക്ട് ആയല്ലോ ഇതെങ്ങനെ സംഭവിച്ച പോയി നോക്കിയേ മതിയാകൂ അല്ല ഈ പ്ലഗ് എങ്ങനെ അഴിഞ്ഞു വന്നത് അല്ല ഇവിടെ എന്തായി സംഭവിക്കുന്നേ ആദ്യം ആരാ അടിമേടിക്കാൻ പോകുന്നത് ബോസാണ് ഞങ്ങളോട് വയറ് കെട്ടിയാൻ വേണ്ടി ഓർഡർ തന്നത് അതുകൊണ്ടാ കട്ട് ചെയ്ത് ഞങ്ങളെ വിട്ടേക്ക് പണം ഓടിപ്പോം ഇല്ലെങ്കിൽ ഇവൻ അടിച്ചതിനെ നമ്മളെ കൊല്ലും ശിവ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആ കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്താ സംഭവിച്ചത് മാഡ് മാൻഡോസയുടെ ആളുകൾ എന്റെ ലാബിലേക്ക് വന്നു അവന്മാര് നിന്റെ പ്ലഗ് ഡിസ്കണക്ട് ചെയ്തു അതുകൊണ്ടാണ് നിനക്ക് മയക്കം സംഭവിച്ചത് പക്ഷേ ഞാൻ അവരെ ഇവിടുന്ന് ഓടിച്ചു ഒരു കുഴപ്പമില്ല നിങ്ങൾ അത് എന്റെ മുത്തശ്ശനെ ലാബിലേക്ക് കൊണ്ടുപോകൂ അവര് വീണ്ടും തിരികെ വരികയാണെങ്കിൽ അവരെ ഓടിക്കാൻ അദ്ദേഹം സഹായിക്കും ശരി ഞാൻ അവരെ വിളിച്ചോളാം കൂട്ടുകാരെ ഞാൻ ആ മാഡ് മാൻഡോസിനെ ഫോളോ ചെയ്ത് അവരെ തടയാൻ പോവാ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ എന്നെ ഫോളോ ചെയ്യൂ മഹാരാജാവേ പ്രിൻസ് നിങ്ങളും ഞങ്ങളെ സഹായിക്കൂ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഒരു കുഴപ്പവും ഇല്ല ശിവ ഞങ്ങളുണ്ട് നിനക്ക് തുണയായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായമൊക്കെ ഞങ്ങൾ ചെയ്തു തരും എവിടെയാണ് ആ പ്ലൂരറ്റോറിയം ബൗണ്ടേ പറയേ എത്താറായി ഇനി കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ മതി അല്ല ബോസേ ഇത് തന്നെയാണ് മൗണ്ടൻ യെസ് യെസ് നമ്മൾ പ്ലൂരറ്റോറിയം ബൗണ്ടേ കണ്ടുപിടിച്ചു കഴിഞ്ഞു കിട്ടി, നമ്മളെ കണ്ടെത്തി. കിട്ടി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ലേ ഇനി എനിക്ക് പോവാമോ ആ ശരി ശരി നീ വേണമെങ്കിൽ പോയിക്കോ ഒന്ന് ഇവിടുന്ന് പോയി തരാമോ വളരെ നന്ദി അയ്യോ ഭാഗ്യം ഞാൻ രക്ഷപ്പെട്ട് അയ്യോ ഞാൻ രക്ഷപ്പെട്ടു എന്തൊരു അത്ഭുതം ഇത് എനിക്കിതുണ്ടല്ലോ വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല കൊള്ളാം എല്ലാവരും വേഗം വരൂ നമുക്ക് പ്ലൂരറ്റോറിയം കല്ലെടുക്കാം വേഗം വരൂ അടിയോടി എന്നാൽ നമുക്ക് പണി തുടങ്ങിയേക്കാം അല്ലേ വേഗം വേഗം നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നത്രയും കല്ലുകള് നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ എടുത്തു വയ്ക്കണം ഇനി ഈ ലോകത്തൊരു ശക്തിക്കും എന്നെ തടയാനാവില്ല കല്ല് കിട്ടി ബോസേ ഇതാ കല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊള്ളാം വെരി ഗുഡ് നിങ്ങൾ ആദ്യം ഈ കല്ലൊന്ന് ചെക്ക് ചെയ്തേക്ക് ഇത് ചിലപ്പോ സാധാരണ കല്ലാണെങ്കിലോ യു ആർ റൈറ്റ് ഗിർക്കട്ടിലാൽ ചെക്ക് ചെയ്ത് നോക്കാം ഈ കല്ല് എന്താ പൊട്ടിത്തെറിക്കാത്തത് ചെന്ന് വേറെ കല്ലെടുത്തോണ്ട് വാ
ബോസേ ഞാൻ കൊണ്ടുവന്നേക്കണ കല്ല് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഓ ഇത് പൊട്ടുന്നില്ലല്ലോ. വേറെ ഒരെണ്ണം എടുത്തോണ്ട് വാ. ഈ കല്ല് എങ്ങനെയുണ്ടെന്ന് നോക്കേ. ഓ ഇതാ കല്ലല്ല. ബോസ് ഈ കല്ലാണ് നോക്കേ. അല്ല ഇതുമല്ല. ഇതാണോ? പോടാ. ഓ നിങ്ങൾക്ക് ആർക്കും ആ കല്ല് ഇതുവരെ എത്തിക്കാനായിട്ടില്ല. കഷ്ടം തന്നെ. വേഗം ചെന്ന് എടുത്തോണ്ട് വാടേ പോ. ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ചെന്ന് കല്ല് എടുത്തോണ്ട് വാട പോടാ. ബോസ് എപ്പോഴും എന്നെ കുറിച്ച് ഒന്നും ആലോചിക്കാറില്ല. എപ്പ നോക്കിയാലും ചീത്ത പറയും. ഒരുപക്ഷെ ഇതായിരിക്കും ആ കല്ല്. അല്ല അല്ല. ഓ ഗിരിക്കറ്റില്ലാലേ. ഇല്ല ഇല്ല ഞാനൊന്നും വലിച്ചെറിഞ്ഞിട്ടില്ല ബോസേ. എന്നെ അടിക്കരുത്. എടാ ഗിരിക്കറ്റില്ലാലേ വണ്ട, നിന്നെ ഞാൻ എന്തിനാണ് അടിക്കുന്നേ? നീ എന്തിനെങ്ങനെ ഒളിച്ചിരിക്കുന്നേ? വാ. വന്നു ബോസേ. ഇപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാ ചോദിക്കേ. നീ ഏത് കല്ല എടുത്തെറിഞ്ഞത്? ഏത് കല്ല്? ചുവന്ന കല്ലല്ലേ? വേഗം ആ കല്ല് എടുത്തോണ്ട് വാ. വേഗം. ഇതാ ബോസേ നിങ്ങളെ ചോദിച്ച കല്ല്. ഈ ചുവന്ന കല്ലാണ് പ്ലൂനറ്റോറിയം കല്ല്. വേഗാവട്ടെ, എല്ലാവരും ആ ചുവന്ന കല്ല് ശേഖരിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരൂ. വേഗം. എന്താ ഇവിടെ കൊല്ലുന്നത്? അല്ല ബോസേ, ഭൂകമ്പം വരുന്നത് പോലെ തോന്നുന്നുണ്ടേ. അല്ല മല എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയാ തോന്നുന്നേ. ഇതേ രാക്ഷസൻ തന്നെയാ. ഇവന്റെ സ്റ്റാച്ചു ആയിരുന്നു ഗ്രാമത്തിലുണ്ടായിരുന്നത്. ഞാൻ ഇവനെ ചെറുതാക്കി കീഴടക്കുന്നതായിരിക്കും. എന്നിട്ട് ഇവനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അതിനുശേഷം എല്ലാവരെക്കാളും പണക്കാര് നമ്മളാവും. ഇവരെ നമുക്കൊരു പാഠം പഠിപ്പിച്ച് മതിയാവൂ. എന്റെ തോക്കവിടെ. ബോസേ ഇപ്പൊ നമുക്ക് ഇവിടെ ഓടുകയാണ് നല്ലത്. നല്ലത് ഓടിക്കോടാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ ഓടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് പണക്കാരാകാന് നമുക്ക് കിട്ടിയ ആ കല്ലുകൾ മാത്രം മതിയടേ. അതെടുത്തോണ്ടങ്ങ് വിട്ടാലോ? ടൈഗർ, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കേ. ഒന്ന് പെട്ടെന്ന് റിമോട്ട് ഓൺ ചെയ്യേ. ഹലോ ബോസേ, ഞാൻ റിമോട്ട് മറന്ന് എന്റെ ബാഗിൽ തന്നെ വെച്ചു എന്നാ തോന്നുന്നത്. ഓ ടൈഗറേ, വെറുതെ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരമല്ലിത്. വേഗം റിമോട്ട് ഓൺ ചെയ്യേ. അയ്യോ ബോസേ, ഞാൻ റിമോട്ട് എടുത്തില്ല കേട്ടോ. പാനിപ്പൂരി കഴിച്ചിട്ട് പോയാ മതിയോ? ആ സയന്റിസ്റ്റിന്റെ അടുത്ത് അടിയും മേടിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ ഇങ്ങ് വന്നേ ഉള്ളൂ. ഭയങ്കര വിശപ്പ്. പാനിപ്പൂരിയാ കയ്യിൽ കിട്ടിയത്. എന്നാ പിന്നെ അതങ്ങ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഓ എല്ലാം തൊലഞ്ഞു. ഇനി നമ്മുടെ ഗതി അതോ ഗതിയാ. കണ്ടില്ല, ശിവ വരെ ഇവിടെ എത്തി. ഇവൻ നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ വിടുവോന്ന് എനിക്ക് തോന്നുന്നില്ല. പാന്തർ പറയുന്ന കേക്ക്. നമ്മുടെ ലാബിലേക്ക് പോകാൻ ഒരുപാട് സമയം എടുക്കും. നമ്മുടെ കയ്യിൽ അത്രയും സമയമില്ലല്ലോ. എവിടുന്നെങ്കിലും എത്രയും വേഗം ആളുകളെ കൂട്ടിക്കോ. നിങ്ങൾ എല്ലാവരും ആ സയന്റിസ്റ്റിനെ എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്യിപ്പിച്ച് ബിസി ആക്കണം. അതിനിടയ്ക്ക് നിങ്ങൾ രണ്ടുപേരും വയറ് കട്ട് ചെയ്ത് അയാളുടെ ലാബ് നശിപ്പിച്ചേക്ക്. എന്നാലേ ഇവിടെ പ്രശ്നമില്ലാണ്ടിരിക്കൂ. ആദ്യം ആ ശിവയുടെ ചേറിന്റെ വയറാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിലും ആ ശിവയുടെ ശല്യം ഇവിടെ ഇല്ലാതിരിക്കുമല്ലോ. ചെല്, വേഗം ചെല്. ഇത് അതേ അസുരൻ തന്നെയാണ്. ഇവന്റെ സ്റ്റാച്ചു ആണ് വില്ലേജിലുള്ളത്. ഇവൻ എങ്ങനെയാ എഴുന്നേറ്റത്? ഹലോ ഹലോ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഹലോ ഹലോ ഹലോ, ഐ ആം യുവർ ഫ്രണ്ട്. വയറ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പാട്ടൊന്ന് കേൾക്ക്.
അല്ല ഈ സയന്റിസ്റ്റിന്റെ മുഖം എങ്ങനെ മാറിയത്? വന്നാലും ഒരുപാട് രാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പാടിക്കേൾപ്പിക്കാം. നിങ്ങൾ സ്തബ്ധരായി പോകും. ഞങ്ങളൊന്നും ഇവിടെ സംഗീത കച്ചേരി കേൾക്കാൻ വന്നതല്ല. വയറ് കട്ടിയടാ. ആ വയറിലെങ്ങാനും തൊട്ടാ നിന്റെ കഥ കഴിക്കും ഞാൻ. എന്റെ അമ്മോ, ആ സയന്റിസ്റ്റ് പിന്നെ വന്നല്ലോ. രക്ഷപ്പെട്ടോ, ഓടിക്കോടാ. വരൂ മുത്തശ്ശ, അവരെ ഒരു പാഠം പഠിപ്പിക്കാം. വാടാ, നമ്മുടെ കൂട്ടുകാർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. വാ, നമുക്ക് പോയി സഹായിച്ചിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നതാ നല്ലത്. Watch India's largest kids library only on Jio Hotstar. Download the app now.